ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജെനീഷ് വ്ളോഗ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം മിക്സിയിലായാലും അടിച്ചെടുക്കാം. അതിനുള്ള ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മിക്സി ഞാനിവിടെ ഒരു 4-5 മണിക്കൂറോളം നേരം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലും കൂടുതൽ ടൈം നിങ്ങൾക്ക് തണുപ്പിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് നന്നായി മെൽറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിലാണല്ലോ സൂക്ഷിക്കാറ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ കുറച്ച് തണുപ്പൊക്കെ അതിലത്തെ ഐസ് ക്യൂബുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനത് ബ്ലെൻഡറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഞാനിവിടെ 4-5 മണിക്കൂറോളം നേരം, 4-5 അല്ല അതിലും കൂടുതൽ മണിക്കൂറോളം നേരം ഞാനിവിടെ മിക്സി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പെട്ടെന്ന് തന്നെ വിത്തിൻ 2 മിനിറ്റ്സ് അപ്പോഴത്തേനും അത് വിപ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എക്സ്ട്രാ പൗഡർ ഷുഗറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വെറും നമ്മളുടെ സാധാരണ വിപ്പിംഗ് ക്രീം മാത്രം ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ 5-6 മണിക്കൂർ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായി വിപ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസം വേറെ ഒന്നും കൂടി സമയം കുറച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് എനിക്കൊരു 5-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് ക്രീം വിപ്പായിട്ട് കിട്ടിയത്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ക്രീം നന്നായി വിപ്പായി വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. നോക്കൂ, ഇത് താഴെ തീരെ വീണ് പോകുന്നില്ല. നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രീം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹാൻഡ് മിക്സർ ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. ഇപ്പോൾ നമ്മൾ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ബ്ലേഡായാലും പിന്നെ അതിൻ്റെ ഗ്ലാസിൻ്റെ ബൗളായാലും നമ്മൾ കുറച്ച് ഫ്രീസ് ചെയ്യാൻ വെക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഈ മിക്സിയുടെ ജാറ് അതേപോലെ 5-6 മണിക്കൂറോളം നേരം, 5-6 മണിക്കൂർ മറ്റേതിന് വേണ്ട കേട്ടോ. നമ്മൾ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രീസ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഈ ബ്ലെൻഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂറോളം നേരം ഞാൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മറന്നുപോയത്. അതിന് ശേഷമാണ് ഞാനിത് വെറുതെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെറുതെ ഡിസൈൻ ചെയ്തത്. ലീഫിൻ്റെ നോസിലും മറ്റേ നോസിലൊക്കെ യൂസ് ചെയ്തിട്ട്, സ്റ്റാർ നോസിലൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിനി ഹാൻഡ് മിക്സർ ഇല്ലാതെയും നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ടിപ്സുകൾ ഫോളോ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.